ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. അങ്ങനെ ഇതാ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗ്. അപ്പോൾ ഇതിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഔട്ടിംഗ് ഉണ്ട്, അൺബോക്സിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ റെഡിയാക്കുന്നത്. സേമിയ ഉപ്മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പൊതുവേ ഉപ്മാവ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. സാധാ നമ്മൾ റവൻ്റെ ഉപ്മാവ് ഉണ്ടാക്കൂലേ, പക്ഷേ ഈ ഒരു ഉപ്മാവ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ സവാള ഞാൻ 3 എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണം. ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് കടുക്, ഉഴുന്ന്, പിന്നെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചുവന്ന മുളകും കൂടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഇതാ കറിവേപ്പില, പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ക്യാരറ്റ് പൊതുവേ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുമ്പം അത് കടിക്കാൻ കുറച്ചൊരു പണിയല്ലേ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കാറുള്ളത്. നെക്സ്റ്റ് ഇതാ വേറൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് വെള്ളം വെക്കുക. എന്നിട്ട് വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയൊക്കെ ഇതാ നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സേമിയ ഉപ്മാവ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അധികം മസാലയൊന്നും ഉണ്ടാവില്ല. ആ ഒരു ബിരിയാണി, സേമിയ ബിരിയാണി വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. അപ്പം രണ്ട് ഐറ്റം തന്നെയാണ്. ഇത് കുറച്ചൊരു മൈൽഡ് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കൂടുതൽ മസാലയൊന്നും ഇല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. ഇനി ഇതാ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം പറയാം. നമ്മളെ കുട്ടികൾക്കൊക്കെ കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മാത്സ് എന്നായിരിക്കില്ലേ പറയുക. കൂടുതൽ പേരും പറയുന്നത് കേട്ടിട്ടുണ്ട് മാത്സിൽ മാർക്ക് കുറഞ്ഞ് ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ ഓക്കെയാണ് എന്നൊക്കെ. ഇവിടെ കൈഫിന് മാത്സ് ഇഷ്ടമാണ് കേട്ടോ. പ്രോബ്ലംസ് ചെയ്ത് നോക്കാനും കാൽക്കുലേഷൻസൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്സ് ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ആ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ബാൻസു മാത്സ് കോഴ്സിനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ ക്ലാസ്സാണ് കൈഫ് അറ്റൻഡ് ചെയ്യുന്നത്. മിസ്റ്റർ നീലകണ്ഠ ബാനു, വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ, അവരാണ് ബാൻസു മാത്സ് കോഴ്സിൻ്റെ ഫൗണ്ടർ. അപ്പോൾ തന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ ജസ്റ്റ് മാത്സ് കാൽക്കുലേഷൻസ് മാത്രമല്ല, മാത്സ് ഈസി ആക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൗണ്ടിങ് ഒക്കെ ഫാസ്റ്റ് ആക്കുക, മാത്സ് ഫണ്ണായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 5 to 15 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, USA, UAE, UK അങ്ങനെ 17+ കൺട്രീസിൽ ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി രജിസ്റ്റർ ചെയ്യുന്ന ഫസ്റ്റ് 20 കുട്ടികൾക്ക് ബാൻസുവിൻ്റെ ഫ്രീ ക്ലാസ് കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങണം എന്നുള്ളത്. നമ്മളെ റാസൻസ്, അതായത് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടല്ലോ റാസൻസ്, അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇതാ സംഭവം എത്തിയിട്ടുണ്ട്. പക്ഷേ എത്തിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാറ്റലോഗൊക്കെ നോക്കി ഫിക്സ് ചെയ്യുക എന്നുള്ളത് കുറച്ച് മടിയാണ്. ഞാൻ ഇഷ്കാക്കാനെ ആരെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, ആരെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്ത് തരുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാവരും ബിസിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ഈ കാറ്റലോഗ് നോക്കിയപ്പോൾ എനിക്ക് വലിയൊരു പണി തോന്നിയില്ല, സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെ കേശനെയും കിയാനെയൊക്കെ ഒന്ന് അപ്പുറത്തിരുത്തിയിട്ട് ഞാൻ ഇത് ഫിറ്റ് ചെയ്യാൻ വന്നത് കേട്ടോ. അവരും കൂടി വന്നാൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ 2 ആളും എത്തിയിട്ടുണ്ട്, അവരെ ടോയ്സും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട്. അപ്പോൾ 10 മിനിറ്റോട് കഴിയേണ്ട പണി കുറച്ച് അധികം ടൈം തന്നെ എടുക്കും. അവരിതിൻ്റെ സ്ക്രൂ ഒക്കെ കൊണ്ടുപോയി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇടലും ആ റോഡൊക്കെ എടുത്ത് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം കുറേ ടൈം എടുത്ത്. ഇതൊരു ക്ലോത്ത് ഹാങ്ങറാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സംഗതി നല്ലൊരു സ്റ്റാൻഡായിട്ട് തോന്നി കേട്ടോ എനിക്ക്.
അങ്ങനെ ദാ ഇവരിവിടെ കളിച്ചുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. അതിനിടയിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്ത് നമ്മളെ റാജൻസിൽ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വെസ്റ്റേൺ ടോപ്സും പിന്നെ വിൻ്റർ കളക്ഷൻസും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് റാജൻസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതാ നമ്മളെ സ്റ്റാൻഡൊക്കെ ഫുൾ സെറ്റായിട്ടുണ്ട്. ഇതാ അടിപൊളി സ്റ്റാൻഡായിട്ടുണ്ട്. നമ്മളെ റാജൻസിലേക്ക് പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ കളക്ഷൻസ് കാണാനായിട്ട് റാജൻസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ അതിലിതാ വെസ്റ്റേൺ ടോപ്സും വിൻ്റർ കളക്ഷൻസും പിന്നെ കോട്ടൺ സൽവാസും എല്ലാം അതും ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണ പണിയാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ട്, നമ്മൾ പുതിയ ടോപ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് സെമി പാർട്ടി വെയർ കളക്ഷൻസാണ് കേട്ടോ പുതിയതായിട്ട് വന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പേജ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ച് എന്ന് പറയുന്നത് പുറത്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് നല്ല നാടൻ ചോറും മീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കടലുണ്ടിയിലുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഇഷ്കാക്കാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നത് കാർത്തിക ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് ഹോട്ടൽ. ചെറിയൊരു സംഭവമാണ് കേട്ടോ, പക്ഷേ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. പല സ്ഥലത്തു നിന്നും അത് ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള മീൻ വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. അവരിങ്ങനെ ഫ്രൈ ചെയ്ത് തരും. നമ്മൾ പോയപ്പോൾ അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഓർഡർ ചെയ്ത് പിന്നെ ഇതാ ഇവിടെ പുഴൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് ടൈം ഇതാ ഇങ്ങോട്ടേക്ക് വന്നതാണ്. കിയാൻക്കൊക്കെ വെള്ളം കണ്ടിട്ട് അതിലേക്ക് ഇറങ്ങാനുള്ള ഭയങ്കര പൂതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പിടിച്ചതാണ് ആളെ. അങ്ങനെ ഇതാ ഞങ്ങൾക്കുള്ള സീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നേരെ ഇതാ ഉള്ളിലേക്ക് പോവുകയാണ്. അവർ ഇലയൊക്കെ തന്നിട്ട് ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെ ഫുഡൊക്കെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല നാടൻ ചോറും പിന്നെ കറികൾ, സാമ്പാർ, പിന്നെ ഫിഷ് കറി ഉണ്ടാവും, ഉപ്പേരികൾ, അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷും എത്തിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. കല്ലുമ്മക്കായ ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടാണ്. അത് ഈ ഒരു പ്ലേറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫിഷ് ആയാലും കറികളായാലും എല്ലാതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ കുട്ടികളും എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതാ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു തോണിയുണ്ട്. അപ്പോൾ കെൻസും കൈഫൊക്കെ അതിലൊക്കെ ഒന്ന് കയറി കളിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ചാലിയത്തേക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാലിയത്ത് ഇങ്ങനെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയതാണ്. നമ്മളിതാ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. കിയാനായിട്ട് ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. കേശ മുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കിയാനാണെങ്കിൽ അടങ്ങിയിരിക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ടൊരു പേടി ഉണ്ടായിരുന്നു ഈ ബോട്ടിൽ നിന്നൊക്കെ ഓടിക്കളിക്കുമോ എന്നുള്ളത്. കിയാൻ എൻ്റെ മടിയിൽ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ അത്ഭുതമായി പോയി, ആളെന്താ അങ്ങനെ ഇരിക്കണം, ഇനി പേടിച്ചിട്ടാവും ചിലപ്പോൾ. പക്ഷേ കേശയ്ക്ക് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ചൊക്കെ പേടിച്ച് കരഞ്ഞ്.
ബോട്ട് റൈഡ് എന്തായാലും അടിപൊളിയായിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ കുറേ പേരൊക്കെ പേടിച്ചെങ്കിലും സംഗതി രസമായിരുന്നു. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി നേരെ പോവുകയാണ്. എങ്ങോട്ടാണെന്നുള്ള വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലർ പറഞ്ഞ് കാലിക്കറ്റ് ബീച്ചിൽ പോവുക, ചിലർക്ക് ഹൈലൈറ്റ് പോകണം, അങ്ങനെ ആയിട്ട് പല പല പ്ലാൻസ് ആയിരുന്നു കേട്ടോ. അവസാനം പിന്നെ ഇതാ ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടപ്പോൾ നേരെ അവിടെ നിർത്തി, കുട്ടികൾക്ക് കളിക്കണം എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളൊക്കെ അവിടുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്, പ്രത്യേകിച്ച് ഈ കേഷ്യൻ്റെയും കിയാൻ്റെയും ആ ഒരു ഏജിലുള്ളവർക്ക് നല്ല ഇഷ്ടമാവുമല്ലോ ഇങ്ങനത്തെ പാർക്കൊക്കെ. അതവർ മാത്രമല്ല കെൻസും കൈഫും കൂട്ടത്തിൽ അവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പാർക്കിൽ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ, വലിയ കുട്ടികൾക്കൊക്കെ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ പാർക്ക്. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ഇതാ എപ്പോൾ വരുമ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഈ ഒരു കാറും ജീപ്പും ബൈക്കൊക്കെ ഇവർ കാണും കേട്ടോ. അപ്പോൾ അതിൽ കയറാതെ പിന്നെ ബാക്കി എങ്ങോട്ടും പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇതാ കേശയും കിയാനും എല്ലാവരും അതിലൊരു റൈഡൊക്കെ നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നേരെ വന്നിട്ടുള്ള പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ കുട്ടികളും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. ഇവർക്ക് കിയാൻക്കും കേശക്കൊക്കെ നല്ല ഇഷ്ടമാണ്. 1 മണിക്കൂറാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു ടൈം. നമുക്ക് വേണമെങ്കിൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. എന്തായാലും കുട്ടികളുടെ കൂടെ ഒരാളും കൂടി കയറണം, ഒരു വലിയൊരാളും കൂടി കയറണം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, അപ്പം എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണിത്. ഞങ്ങളെല്ലാവരും ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ കളിക്കുമ്പോൾ നമ്മളും ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിനുള്ളിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കിയാൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ കിയാൻ ചിലപ്പോൾ വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളുടെ കൂട്ടത്തിൽ ഇതാ ഇവരും കൂടി കുറച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെന്താണെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റൊന്നുമില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കയറിയിട്ട് കളിക്കുക, അങ്ങനെയാണ്. ആദ്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ വിചാരിച്ച ചെറിയ കുട്ടികൾ മാത്രമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് പിന്നെ ഏജ് ലിമിറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏത് പ്രായക്കാർക്കും ഇതിനുള്ളിൽ കയറിയിട്ട് കളിക്കുക എന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെ അവിടെ കളിക്കുമ്പോൾ വലിയൊരു മനസ്സിൽ ഫുള്ള് ഈ ഒരു ഗോകാർട്ട് റൈഡ് ആയിരുന്നു കേട്ടോ. കെൻസിനും എല്ലാവർക്കും ഇതിൽ കയറണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കെൻസ് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയിനായിട്ട് കുട്ടികൾക്കുള്ളതായിരുന്നു കേട്ടോ. അവരൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടെ നമ്മളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. പിന്നെ വെള്ളപ്പവും ഫിഷ് മാംഗോ കറിയും ഒക്കെ കഴിച്ചു. ഇനി എല്ലാവരും ഇതാ തിരിച്ചു പോവുകയാണ്. എന്തായാലും അടിപൊളിയൊരു ദിവസമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.